നമസ്കാരം. ഡോക്ടർ പ്രൊമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫൈമോസിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഫൈമോസിസ് വന്നിട്ട് അത് വല്ലാതെ ഗുരുതരമായി പോയ ഒരാളുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഇദ്ദേഹത്തിന് ഫൈമോസിസ് കുറേ നാളുകളായി ഉള്ളതാണ്. അത് തീർത്തും അവഗണിച്ച് കളഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെ ഫൈമോസിസിന് ചികിത്സ തേടാൻ വിസമ്മതിച്ച് അതിങ്ങനെ നീട്ടി വെച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ല ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്, ചില സമയത്തെല്ലാം പഴുപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ സർജറിയെക്കുറിച്ചാണ് ആ ഡോക്ടർ പറഞ്ഞത്. അത് ലിംഗത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഭയാശങ്കയിൽ അദ്ദേഹം നമ്മളോട് ഈ കാര്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു നെഗ്ലക്റ്റഡ് ഫൈമോസിസാണ്. അതായത് ഫൈമോസിസ് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ നമ്മളതിന് ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല, ഡോക്ടറെ കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ളത് വളരെ കുറവാണ്. കാര്യം ആൾക്കാരുടെ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ പഴയതിനെക്കാട്ടിൽ പണ്ട് ഒരു 10-20-25 വർഷം മുമ്പൊക്കെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ പല പേഷ്യൻസും വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഫൈമോസിസ് ഉണ്ടാകാം, ചിലപ്പോൾ ഇൻഫെക്ഷൻ, അടുത്തുള്ളവർക്ക് സ്മെല്ല് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ തുണിയിലൊക്കെ പഴുപ്പുണ്ടാകുന്നു. അങ്ങനെ സ്റ്റേജിൽ ഒത്തിരി ആൾക്കാർ വരാറുണ്ടായിരുന്നു 10-25-30 വർഷം മുമ്പ്. ഇപ്പോൾ അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ്. കാര്യം അവർക്ക് ഇതിനെ ഒരു അവയർനെസ് വന്നതുകൊണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫൈമോസിസ് വന്നു കഴിഞ്ഞാൽ ഈ തൊലി പുറകോട്ട് മാറത്തില്ല. തൊലി പുറകോട്ട് മാറാത്തതുകൊണ്ട് അവിടെ ആ ഭാഗം ക്ലീൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് ചില ഗ്ലാൻസ് ഉണ്ട്, ഈ സ്മെക്മയൊക്കെ ഉണ്ടാകുന്ന ആ വെളുത്ത നിറത്തിലുള്ള ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന അതിൻ്റെ ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ അത് വന്നതിന് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് ക്ലീൻ ചെയ്ത് മാറ്റാനായിട്ട് പറ്റുന്നില്ല, സ്കിൻ പുറകോട്ട് മാറ്റുന്നുമില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഇരുന്നിരുന്ന് പല പ്രാവശ്യം ഇൻഫെക്ഷൻ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ പല പ്രാവശ്യം വന്നാൽ, ആ ഇൻഫെക്ഷൻ പല പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറിനൊരു കാരണമാണ്. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ളവർക്ക്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഫൈമോസിസ് ഉണ്ടെങ്കിൽ സ്കിൻ പുറകോട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ലോക്കൽ ക്ലീനിങ്, ഹൈജീൻ ഒന്നും ശരിയാകത്തില്ല. ഉടനെ തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രൊസീജിയർ, അതായത് സർക്കംസിഷൻ മാത്രം ചെയ്താൽ അസുഖം മാറി, പിന്നെ ഭാവിയിൽ അതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഇല്ല. അതേസമയത്ത് ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഇപ്പോൾ ഈ പേഷ്യൻസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫൈമോസിസ് ഒന്ന് സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ചെറിയ സ്കിൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളത് നോക്കും. സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ മാത്രമാണെങ്കിൽ സർക്കംസിഷൻ ചെയ്യുമ്പോൾ അതങ്ങ് ഹീൽ ചെയ്യും. പലപ്പോഴും ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഗ്രോത്ത് കാണും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അങ്ങനെയാണ് ഈ പിനൈൽ ട്യൂമറിൻ്റെ, കാഴ്സിനോമ പെനീസിൻ്റെ ഒരു കാരണം ഈ ഫൈമോസിസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ഇൻഫെക്ഷൻ വന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഒന്നിലായി പ്രൊപ്യൂസർ സ്കിന്നിൽ മാത്രമായിരിക്കും ഈ ട്യൂമർ, അല്ലെങ്കിൽ അകത്തെ ഗ്ലാൻസ്, അതിൻ്റെ മെയിൻ സ്റ്റെമ്മയിലൊക്കെ ചിലപ്പോൾ ട്യൂമർ വന്നു. എന്നിരുന്നാലും നമ്മൾ അതിൽ നിന്നൊരു ബയോപ്സി എടുത്ത് നോക്കും. ബയോപ്സി എടുത്ത് നോക്കിയിട്ട് ഈ ട്യൂമറിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ ഗ്രേഡ് എത്ര ആണെന്നും എത്ര സിവിയറായിട്ടുള്ള ഒരു ട്യൂമറാണെന്നും നോക്കും. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകൾ MRIയോ അല്ലെങ്കിൽ അതുപോലുള്ള അൾട്രാസൗണ്ടൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഡീപ്പായിട്ട് ഇത് വല്ലതും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ നോക്കും. അങ്ങനെ ഡെഫിനറ്റായിട്ടും ഇതിനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും എനിക്ക് തോന്നുന്ന ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് ആ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി അസുഖം മാറി എന്നുള്ള രീതിയില്ല, മുറിച്ച് കളയണം. അല്ലെങ്കിൽ പിന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ചെറുതോ അല്ലെങ്കിൽ അതുപോലുള്ള ട്യൂമറൊക്കെ ആണെങ്കിൽ റേഡിയേഷനുണ്ട്, ക്യൂറേറ്റീവ് റേഡിയേഷനുണ്ട്. റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും, പിന്നെ അവിടെ വരണമെന്നില്ല. പക്ഷേ റേഡിയേഷൻ കൊടുത്താൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അതിനടുക്ക തന്നെയാണല്ലോ ഈ മൂത്രക്കുഴൽ, യൂറിത്ര ഇരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ്റെ ഇഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ മൂത്രക്കുഴൽ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ചുരുങ്ങിക്കഴിഞ്ഞാൽ മൂത്രത്തിന് തടസ്സം വരാം. തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ ചെയ്യണം. ഇങ്ങനെ ഈ രണ്ട് ഓപ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. ഒന്നിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ. ഇത് രണ്ടും ഏത് ഓപ്ഷൻ എന്നുള്ളത് ആ ട്യൂമറിൻ്റെ സൈസും അതിൻ്റെ സ്പ്രെഡും അല്ലെങ്കിൽ അത് എത്ര അകത്തോട്ട് വ്യാപിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞ് ആണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് പാർഷ്യൽ ആംപ്യൂട്ടേഷൻ പോലെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ 2 സെൻറ്റിമീറ്ററുടെ ലെങ്ത് കൂട്ടി ചിലപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് അത് ബയോപ്സി അയച്ചു കഴിഞ്ഞാൽ ആ ചെയ്ത ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ പിന്നെ
നല്ലൊരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അത്. എന്നിരുന്നാലും ഇത് ബാക്കി പിന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ഈ ട്യൂമർ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിൽ നിന്നും വേണമെങ്കിൽ ചെറിയ രക്തക്കുഴലോ അല്ലെങ്കിൽ ലിംഫാറ്റിക്സ് വഴി ഇത് നമ്മുടെ ഇൻഗ്വിനൽ റീജിയൻ, ആ ഭാഗത്തുള്ള ഗ്ലാൻഡിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നാൾ നമ്മൾ പിന്നെയും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ, വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട ഉടനെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യിക്കരുത്, ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ബാക്കി കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിൽ ഡോക്ടറെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യണം, അല്ലെ അതുപോലുള്ള ബാക്കി ടെസ്റ്റുകൾ ചെയ്തിട്ട് വേറെ ഓരോരുത്തോടും വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കി വെക്കണം. അതാണ് ഈ ഫൈമോസിസ് നെഗ്ലക്റ്റ് ചെയ്താൽ വരുന്ന ഒരു പ്രോബ്ലം. ഒരു സ്കിൻ മാത്രം റിമൂവ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഒരു പെനിസ് ചിലപ്പോൾ മുഴുവനായിട്ട് മാറ്റേണ്ടി വരുന്ന സ്റ്റേജുകളുണ്ട്. അതുകൊണ്ട് അതുപോലുള്ളൊരു മേജർ പ്രൊസീജിയർ ഒഴിവാക്കാം എൻ്റെ തുടക്കത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ. നന്ദി ഡോക്ടർ. കേവലം ഒരു സർക്കംസെഷൻ സർജറി കൊണ്ട് മാറേണ്ട ഒരു അവസ്ഥയെയാണ് ഇദ്ദേഹം തൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സർജറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അടിയന്തരമായി ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഈ സർജറി ചെയ്യുമ്പോൾ അത് കൃത്യമായി അത് ഒരു എക്സ്പേർട്ടായ ഒരു സെൻറ്ററിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.